ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പേരുണ്ടാകില്ല. ആകാശ എയർ. വെറും 3 വർഷം കൊണ്ട് ഒരു പുതിയ സ്റ്റാർട്ടപ്പിൽ നിന്ന് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ വിമാന കമ്പനിയായി മാറിയ ആകാശയുടെ കഥ നിശ്ചയദാർഢ്യത്തിന്റെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. 2002 ഇത് നിങ്ങളുടെ ആകാശമാണ്, ഇറ്റ്സ് യുവർ സ്കൈ എന്ന മുദ്രാവാക്യവുമായി ചിറക് വിരിച്ചപ്പോൾ പലരും സംശയിച്ചിരുന്നു. ഇൻഡിഗോയും എയർ ഇന്ത്യയും അടക്കി വാഴുന്ന ഈ വിപണിയിൽ ഒരു പുതിയ കമ്പനിക്ക് എന്ത് ചെയ്യാനാകും? എന്നാൽ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടി ആകാശയുടെ 5% വരുന്ന വിപണി വിഹിതവും ദശലക്ഷക്കണക്കിന് സംതൃപ്തരായ യാത്രക്കാരുമാണ്. ആകാശ എയറിന്റെ കഥ തുടങ്ങുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിലെ രാജാവായിരുന്ന അന്തരിച്ച രാകേഷ് ജുൻജുൻവാലയുടെ വലിയൊരു സ്വപ്നത്തിൽ നിന്നാണ്. കോവിഡ്-19 മഹാമാരിക്ക് ശേഷം ലോകം മെല്ലെ ഉണരുന്ന കാലം. വിമാനയാത്രകൾ നിലച്ചിരുന്ന പല വമ്പൻ കമ്പനികളും തകർച്ചയെ നേരിട്ടിരുന്ന സമയം. എന്നാൽ ഈ പ്രതിസന്ധിയിൽ ഒരു അവസരം രാകേഷ് ജുൻജുൻവാല കണ്ടു. കുറഞ്ഞ ചെലവിൽ വിമാനങ്ങൾ സ്വന്തമാക്കാനും മികച്ചൊരു ടീമിനെ വാർത്തെടുക്കാനും പറ്റിയ സമയമാണിതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വ്യോമയാന രംഗത്ത് ദീർഘകാലത്തെ അനുഭവസമ്പത്തുള്ള ആദിത്യ ഘോഷ്, വിനയ് ദുബെ എന്നിവരുമായി ചേർന്ന് അദ്ദേഹം SNV ഏവിയേഷൻ എന്ന കമ്പനിക്ക് രൂപം നൽകി. ഏറ്റവും ചിലവ് കുറഞ്ഞ എന്നാൽ യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സേവനം നൽകുന്ന ഒരു എയർലൈൻ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഓറഞ്ചും പർപ്പിളും കലർന്ന ആകാശയുടെ ലോഗോ ഉദയസൂര്യന്റെ ഊർജത്തെയും ആകാശത്തിന്റെ അനന്തതയെയും സൂചിപ്പിക്കുന്നതായിരുന്നു. 2022 ഓഗസ്റ്റ് 7 മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ആകാശ എയറിന്റെ ആദ്യ വിമാനം പറന്നുയർന്നു. വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്ത ആ ചടങ്ങിൽ വീൽചെയറിൽ ഇരുന്നാണെങ്കിലും ആവേശത്തോടെ രാകേഷ് ജുൻജുൻവാല പങ്കെടുത്തു. ഞങ്ങൾ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരും, അദ്ദേഹം അന്ന് പറഞ്ഞു. എന്നാൽ വിധിയുടെ തിരക്കഥ മറ്റൊന്നായിരുന്നു. എയർലൈൻ തുടങ്ങി കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം 2022 ഓഗസ്റ്റ് 14 രാകേഷ് ജുൻജുൻവാല ലോകത്തോട് വിട പറഞ്ഞു. ആകാശ എയറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘാതമായിരുന്നു. തങ്ങളുടെ പ്രധാന നിക്ഷേപകനും വഴികാട്ടിയും നഷ്ടപ്പെട്ട ആ നിമിഷം പലരും കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടു. എന്നാൽ CEO വിനയ് ദുബെയുടെ നേതൃത്വത്തിൽ ആകാശയുടെ മാനേജ്മെന്റ് തളരാതെ മുന്നോട്ട് പോയി. ജുൻജുൻവാലയുടെ സ്മരണയ്ക്കായി കമ്പനി തങ്ങളുടെ വളർച്ചയുടെ വേഗത ഒട്ടും കുറച്ചില്ല. ഇന്ത്യൻ വ്യോമയാന ചട്ടങ്ങൾ അനുസരിച്ച് വിദേശത്തേക്ക് സർവീസ് നടത്താൻ ഒരു കമ്പനിക്ക് കുറഞ്ഞത് 20 വിമാനങ്ങളെങ്കിലും വേണം. സാധാരണഗതിയിൽ ഇതിന് വർഷങ്ങളെടുക്കും. എന്നാൽ ആകാശ എയർ ചരിത്രം തിരുത്തി കുറിച്ചു. പ്രവർത്തനം ആരംഭിച്ച് വെറും 12 മാസത്തിനുള്ളിൽ അവർ തങ്ങളുടെ 20ാമത്തെ വിമാനം ബോയിംഗ് 737 മാക്സ് സ്വന്തമാക്കി. ആഗോള വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഇത്ര വേഗത്തിൽ ഒരു എയർലൈൻ 0 നിന്ന് 20 വിമാനങ്ങളിലേക്ക് വളരുന്നത് അപൂർവമാണ്. ബോയിംഗ് 737 മാക്സ് വിമാനങ്ങളാണ് ആകാശ തിരഞ്ഞെടുത്തത്. ഇന്ധനക്ഷമത കൂടിയ, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഈ വിമാനങ്ങൾ ആകാശയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം നൽകി. ഓരോ 2 ആഴ്ചയിലും പുതിയൊരു വിമാനം എന്ന തോതിൽ അവർ തങ്ങളുടെ ഫ്ലീറ്റ് വിപുലീകരിച്ചു. എന്തുകൊണ്ടാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആകാശ എയർ യാത്രക്കാർക്ക് പ്രിയങ്കരമായത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. മികച്ച സീറ്റുകളും സൗകര്യങ്ങളും. സാധാരണ ലോ കോസ്റ്റ് വിമാനങ്ങളിൽ ഇടുങ്ങിയ സീറ്റുകളാണെങ്കിൽ ആകാശ തങ്ങളുടെ യാത്രക്കാർക്ക് കൂടുതൽ ലെഗ് റൂം നൽകി. കൂടാതെ എല്ലാ സീറ്റുകളിലും USB ചാർജിംഗ് പോർട്ടുകൾ നൽകിയത് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് വലിയ ആശ്വാസമായി. വിമാനത്തിനുള്ളിലെ ഭക്ഷണം പലപ്പോഴും വിരസമാകാറുണ്ട്. എന്നാൽ കഫേ ആകാശയിലൂടെ രുചികരമായതും വൈവിധ്യമാർന്നതുമായ ഭക്ഷണം അവർ അവതരിപ്പിച്ചു. ഉത്സവകാലങ്ങളിൽ പ്രത്യേക വിഭവങ്ങൾ നൽകുന്ന അവരുടെ രീതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആകാശയുടെ ക്രൂ അംഗങ്ങളുടെ വേഷവും വ്യത്യസ്തമായിരുന്നു. പരമ്പരാഗത വേഷങ്ങളിൽ നിന്ന് മാറി സ്നീക്കറുകളും കംഫർട്ടബിൾ ആയ വസ്ത്രങ്ങളും ധരിച്ച ജീവനക്കാർ ആകാശയുടെ യൂത്ത്ഫുൾ മുഖമായി മാറി. ഏത് വിജയഗാഥയിലും വെല്ലുവിളികൾ സ്വാഭാവികമാണ്. ആകാശയുടെ യാത്രയിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. 2023 സെപ്റ്റംബറിൽ മുന്നറിയിപ്പില്ലാതെ 40-ലധികം പൈലറ്റുമാർ കൂട്ടത്തോടെ രാജിവെച്ച് മറ്റൊരു എയർലൈനിലേക്ക് പോയി. ഇത് ആകാശയുടെ സർവീസുകളെ സാരമായി ബാധിച്ചു. നിരവധി വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. കമ്പനിയുടെ വിപണി വിഹിതം 1% ഇടിഞ്ഞു. എന്നാൽ ആകാശ നിയമപരമായും തന്ത്രപരമായും ഇതിനെ നേരിട്ടു. പൈലറ്റുമാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതോടൊപ്പം പുതിയ പൈലറ്റുമാരെ പരിശീലിപ്പിക്കാനും അവർ ശ്രദ്ധിച്ചു. വിനയ് ദുബെ എന്ന CEOയുടെ ശാന്തമായ സമീപനം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിച്ചു. ഞങ്ങളിവിടെ നിൽക്കാൻ വന്നവരാണ്, ഓടിപ്പോകാനല്ല എന്ന സന്ദേശം അവർ വിപണിക്ക് നൽകി. 2024 ആയപ്പോഴേക്കും അവർ പൂർണ്ണ ശക്തിയോടെ തിരിച്ചു വന്നു. 2024 മാർച്ച് 28 ആകാശ എയർ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടു. അവരുടെ ആദ്യ അന്താരാഷ്ട്ര വിമാനം മുംബൈയിൽ നിന്ന് ഖത്തറിലെ ദോഹയിലേക്ക് പറന്നു. പ്രവർത്തനം തുടങ്ങി 19 മാസത്തിനുള്ളിൽ അന്താരാഷ്ട്ര സർവീസ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ എയർലൈനായി ആകാശ മാറി. പിന്നീട് റിയാദ്, ജിദ്ദ, അബുദാബി, കുവൈറ്റ്, ഫുക്കറ്റ് തുടങ്ങിയ നഗരങ്ങളിലേക്കും അവർ സർവീസ് ആരംഭിച്ചു. പ്രവാസി ഇന്ത്യക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താനുള്ള ഒരു പുതിയ വഴിയായി ആകാശ മാറി. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള അവരുടെ സർവീസുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. 2025 ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം ആകാശ എയർ ഇന്ത്യയിലെ 3ാമത്തെ വലിയ വിമാന കമ്പനിയായി മാറി. വർഷങ്ങളായി വിപണിയിൽ ഉണ്ടായിരുന്ന സ്പൈസ് ജെറ്റിനെ പിന്നിലാക്കിയാണ് ആകാശ ഈ നേട്ടം കൈവരിച്ചത്.
നിലവിൽ വിപണിയുടെ 60% കൈയാളുന്ന ഇൻഡിഗോയ്ക്കും ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ഗ്രൂപ്പിനും തൊട്ടു പിന്നാലെയാണ് ആകാശയുടെ സ്ഥാനം. ഇന്ന് 30-ലധികം വിമാനങ്ങളും ദിനംപ്രതി 100 കണക്കിന് സർവീസുകളുമായി ആകാശ ഇന്ത്യൻ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നു. മെട്രോ നഗരങ്ങളായ മുംബൈ, ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. നോയിഡയിലെയും നവി മുംബൈയിലെയും പുതിയ വിമാനത്താവളങ്ങൾ വരുന്നതോടെ ആകാശയുടെ വളർച്ച ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകാശ എയറിന്റെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. 2030ഓടെ ലോകത്തിലെ ഏറ്റവും വലിയ 30 വിമാന കമ്പനികളിൽ ഒന്നാകാനാണ് അവരുടെ ലക്ഷ്യം. ഇതിനായി 2024-ൽ ഹൈദരാബാദിൽ നടന്ന വിങ്സ് ഇന്ത്യ പരിപാടിയിൽ വെച്ച് 150 ബോയിങ് 737 മാക്സ് വിമാനങ്ങൾക്ക് കൂടി അവർ ഓർഡർ നൽകി. ഇതോടെ മൊത്തം 226 വിമാനങ്ങൾ വരും വർഷങ്ങളിൽ ആകാശയുടെ പക്കലെത്തും. സിംഗപ്പൂർ, വിയറ്റ്നാം, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ 2025 സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിൽ 49% വർധനവ് രേഖപ്പെടുത്തിയത് കമ്പനിയുടെ ശരിയായ ദിശയെ സൂചിപ്പിക്കുന്നു. ഒരു എയർലൈൻ നടത്തുക എന്നത് ലോകത്തിലെ ഏറ്റവും റിസ്ക് ഉള്ള ബിസിനസ്സുകളിൽ ഒന്നാണ്. കിങ്ഫിഷറും ജെറ്റ് എയർവേസും പോലെ വമ്പന്മാർ വീണുപോയ മണ്ണാണിത്. അവിടെയാണ് ആകാശ എയർ എന്ന 3 വയസ്സുകാരന്റെ വിജയം അത്ഭുതമാകുന്നത്. രാകേഷ് ജുൻജുൻവാല കണ്ട ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. കൃത്യമായ പ്ലാനിംഗ്, സാങ്കേതികവിദ്യയുടെ ഉപയോഗം, ജീവനക്കാരോടുള്ള കരുതൽ, യാത്രക്കാരോടുള്ള പ്രതിബദ്ധത ഇവയാണ് ആകാശയുടെ വിജയരഹസ്യം. വരും വർഷങ്ങളിൽ ഇന്ത്യൻ ആകാശത്ത് ആകാശ എയർ എന്ന പേര് കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഈ ഓറഞ്ച് വിപ്ലവം വരും തലമുറയിലെ സംരംഭകർക്ക് തീർച്ചയായും ഒരു പാഠപുസ്തകമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.